ഞാനിപ്പം നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ മണിമല റൂട്ടിൽ നെടുങ്കുന്നം കുന്നുംപുറം എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഇവിടെ കുറച്ച് നാളുകളായിട്ട് അപകട ഭീഷണിയുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. പല പല അപകടങ്ങൾ ഇവിടെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്ത് ദിവസേന അപകടങ്ങളായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് വീടിൻ്റെ പരിസരത്തും എല്ലാം ഭയങ്കര അപകടങ്ങൾ കണ്ടുവരികയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓരോ അപകടം ഉണ്ടായ സ്ഥലങ്ങൾ. ഞാനും കുടുംബവും ഈ സ്ഥലത്ത് താമസിക്കാൻ വന്നിട്ട് 22 വർഷമായി. അന്ന് മുതൽ ജീവിതം തന്നെ ഭീഷണിയാണ് ഞങ്ങളുടെ ഓരോ കുഞ്ഞുമക്കളുടെയും. കാരണം അപകട മേഖലയാണ് ഞങ്ങളുടെ ഈ സ്ഥലം. ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരോ അപകടങ്ങൾ. 6 മാസത്തിൽ കൂടുതൽ പോകല ഓരോ അപകടങ്ങളും. പലരും മരിച്ചായിട്ട് ഞങ്ങൾ കണ്ടിട്ടുമുണ്ട്. ഓടിച്ചെന്ന് ഞങ്ങൾ അപകടം കണ്ട് ഞങ്ങളുടെ മനസ്സ് മരിച്ചിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ ഇപ്പം അധികവും ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തോട്ടാണ് വണ്ടി മറിഞ്ഞു വരുന്നത്. 1 മാസം പോലും ആയില്ല, ഒരു കാറ് ഒച്ച കേട്ട് വന്നപ്പോഴത്തേക്ക് ഒരു കാറ് മറിഞ്ഞ് മുറ്റത്ത് വന്ന് കിടക്കുകയാണ്. ചെറിയ പരിക്കുകളോടെ ഒരു അച്ഛനായിരുന്നു, രക്ഷപ്പെട്ടു. അതുപോലെ ബൈക്കും കാറുകളും എല്ലാം വന്ന് ഇടിച്ച് ഒന്നെങ്കിൽ നിൽക്കുക, അല്ലെ താഴോട്ടേക്ക് പോരും. കൈവരിയും തട്ടിയിട്ടേക്ക് പോരുകയാണ്. 10-15 അടി താഴ്ചയുണ്ട് ഞങ്ങൾ താമസിക്കുന്ന വീടും റോഡുമായിട്ട്. ഞങ്ങൾക്ക് എപ്പോഴും ഭീഷണിയാണ് ഇതൊക്കെ. പിന്നെ പരാതിപ്പെടാനായിട്ട് പലയിടത്തും പരാതി കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിലും പിന്നെ PWDയിലും ഒക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് പരാതി കൊടുത്തിട്ട് ഒരു നീക്കവും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. അതിനോടിടയ്ക്ക് പല പല അപകടങ്ങളും നടന്നു പോയിട്ടുണ്ട്. ഈയിടെ കാറ് വന്ന് ഇതുപോലെ മുറ്റത്തെന്ന് പറഞ്ഞാൽ ഇത്ര അടി വ്യത്യാസത്തിൽ വന്ന് മുറ്റവുമായിട്ട് കിടക്കുകയായിരുന്നു. ഓടിച്ചെന്നപ്പോൾ ഏതായാലും അപകടമൊന്നും പറ്റിയില്ല. ഒരച്ഛനായിരുന്നു, അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ചെറിയ പരിക്കുകളോടെ മരണം വരെ സംഭവിക്കാവുന്ന അപകടങ്ങളാണ് ഞങ്ങളുടെ മുന്നിൽ. ഏതായാലും ഞങ്ങൾക്കൊരു ഭീഷണിയാണിത്. ഉറക്കം പോലും ഇല്ല. ചില ദിവസം ഓർക്കും വണ്ടിയുടെ ശബ്ദം രാത്രി കേൾക്കുമ്പോൾ ചിലപ്പോൾ മുറ്റത്ത് വണ്ടി ഉണ്ടെന്ന് ഓർത്താൽ എഴുന്നേറ്റ് വരുന്നത്. ഇതുവാണേലും ഇതിനൊരു പരിഹാരം ഉണ്ടായി കണ്ടെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമായിരുന്നു. 1 മാസം പോലും ആയില്ല പിന്നെ ഒരു കാറ് വന്ന് ഇതുപോലെ മറിഞ്ഞ സ്ഥലമായി കാണുന്നത്. പിന്നെ ഒരു ചെറിയ മതിലുണ്ടായിരുന്നു, ആ മതിലിടിച്ച് ഇതുപോലെ ആയിപ്പോയി. മതിലും ഇവിടുന്നാ മറിഞ്ഞത്, ഈ ഭാഗത്തു നിന്നാ മറിഞ്ഞ് വന്ന് വീണത്. ഏതായാലും കുഞ്ഞുങ്ങൾ അടുത്തില്ലായിരുന്നു, രക്ഷപ്പെട്ടു. അടുത്തില്ലായിരുന്നു മക്കളന്നേരം, അതുകൊണ്ട് രക്ഷപ്പെട്ടു. മിക്കവാറും ഈ പരിസരത്ത് തന്നെ ഈ വണ്ടി മറിച്ചിൽ 1 വർഷം മുമ്പ് വലിയൊരു കാർ വന്ന് ഇടിച്ചിട്ടതാ ഈ കല്ല് കാണുന്നത്. ഇതുപോലുള്ള സേഫ്റ്റിക്ക് വെച്ചിരിക്കുന്ന കല്ലുകളെല്ലാം വണ്ടി വന്ന് ഇടിച്ചൊന്നെങ്കിൽ തിരിഞ്ഞ് ഇങ്ങോട്ട് ഇരിക്കും, അല്ലെങ്കിൽ പകുതി മറിഞ്ഞ് ഇങ്ങോട്ട് കിടക്കും. ഇതിപ്പോൾ ഫുള്ളും വന്ന് കിടക്കായിരുന്നു. ഈ കല്ലിടിച്ചിട്ടേക്ക് അങ്ങ് പോയി. പകൽ 1 മണി സമയത്ത് ഒരു കാറിൽ ഒരു അച്ഛനും മരുമോളും കുഞ്ഞും കൂടി വന്ന് ഒരു അപകടം ഉണ്ടായി, ഉറങ്ങിപ്പോയി. ഇതുപോലെ ആ കാണുന്ന കല്ലിടിച്ച് ഏതായാലും ഈ കല്ലിടിച്ച് അവിടെ നിന്നു. നെറ്റിയൊക്കെ മുറിഞ്ഞതേ ഉള്ളൂ. നിന്ന് പരിക്കളോടെ ഇവിടെ ഞങ്ങൾ സംരക്ഷിച്ച് വിട്ടു. അവർക്ക് മരുന്നൊക്കെ വെച്ച് അവരെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഒരു അപകടം അങ്ങനെ ഓരോരോ അപകടം നിരയാണ് ഇവിടെ എപ്പോഴും. അധികം നാളായില്ല എൻ്റെ കൊച്ചുമോൻ ഇതുപോലെ ഈ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത്, ഞങ്ങളുടെ വഴിയാണിത്, ഞങ്ങളുടെ റോഡിൽ നിന്നും തിരിയുന്ന കൊച്ചുമോൻ ഇങ്ങനെ അങ്ങോട്ട് കടക്കാനായിട്ട് കയറുന്നതേ ഉള്ളൂ. റോഡില്ല, ഞങ്ങൾക്ക് വഴിപാത ഇല്ല നടന്ന് കയറാനുള്ള. വണ്ടി വരുന്നത് അതുപോലെ ചേർന്നാണ് വണ്ടി വരുന്നത്. ലൈൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഞങ്ങളുടെ പറമ്പിനോട് ചേർന്നാണ് കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ നടപ്പാത. ബൈക്ക് വന്ന് തട്ടിയിട്ടു. ഏതായാലും അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയി നിസാര പരിക്കുകളോടെ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ഈ വീഡിയോ നമ്മുടെ അധികാരികളിലോട്ട് എത്താൻ വേണ്ടി എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഉടനെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. അതുപോലെ ഇവിടെ ഒരു സേഫ്റ്റി ക്രാഷ് ബാരിയർ അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക.